നമസ്കാരം. വടക്കൻ കേരളത്തിലെ വേറിട്ട കാഴ്ചകൾ തേടി, വിസ്മയ കാഴ്ചകൾ തേടി ക്യാമറ കണ്ണുമായി ഞങ്ങൾ നടത്തുന്ന യാത്ര നേർക്കാഴ്ച. നേർക്കാഴ്ചയുടെ ഓണക്കാഴ്ചയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. മണ്ണിൻ്റെ സംഗീതം ആസ്വദിച്ചുകൊണ്ട് കൃഷിയെ ഉപജീവനത്തിനുള്ള ഉപാധി എന്നതിനപ്പുറം ഒരു ഉപാസനയായി കണ്ടുകൊണ്ട്, ഒരു സാംസ്കാരിക പ്രവൃത്തിയായി കണ്ടുകൊണ്ട് കൃഷിയെ സ്നേഹിക്കുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകനുണ്ട് കാസർഗോഡിൻ്റെ മണ്ണിൽ. കെ കുഞ്ഞിരാമൻ, കാസർഗോഡിൻ്റെ സ്വന്തം കുഞ്ഞിരാമേട്ടൻ. കുഞ്ഞിരാമേട്ടൻ്റെ കാർഷിക വിശേഷങ്ങളിലേക്ക്, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ വിശേഷങ്ങളിലേക്ക് നേർക്കാഴ്ചയുടെ ഓണക്കാഴ്ച നിങ്ങളെ നയിക്കുന്നു. നമസ്കാരം കുഞ്ഞിരാമേട്ടൻ. നമസ്കാരം. ഓണാണ്. ഒരു സാംസ്കാരിക പ്രവർത്തനം എന്നുള്ള രീതിയിൽ, ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള രീതിയിൽ ഓണത്തിന് വലിയ വിശേഷങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു കൃഷിക്കാരൻ എന്ന നിലയിൽ അങ്ങേക്ക് ഓണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കാർഷിക ഉത്സവം എന്നുള്ള രീതിയിൽ ഓണത്തെ മലയാളി കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങേക്ക് ചില ഓർമ്മകൾ ഉണ്ടാവും. പഴയ കാലത്തെ ഓണവും പുതിയ ഓണവും തമ്മിൽ. പഴയ കാലത്തെ ഓണം എന്ന് പറയുന്നത് ഒരു പട്ടിണിയും ദാരിദ്ര്യവും കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞ് പുതിയ യുഗത്തിലേക്ക് പ്രവർത്തിക്കുന്ന പോലെയാണ് ചിങ്ങമാസം വരിക. ആ ചിങ്ങമാസത്തിലാണ് പുത്തരിയും ഓണവും എല്ലാം വരുന്നത്. അന്നത്തെ കാലത്ത് കൃഷിക്കാരൻ്റെ വീട്ടിൽ പുത്തരിയും പണിയെടുക്കുന്ന ആളുകൾക്ക് അതൊരു ആഘോഷമായിരുന്നു. അതേപോലെ തന്നെ ഓണം അതേ രീതിയിലാണ്. അത്തം മുതൽ 10 ദിവസം ഓണം ആഘോഷിക്കുക എന്നത് മലയാളികളുടെ ഒരു ഹരമായി മാറിയിരിക്കുകയാണ്. പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ ഇന്ന് നടക്കുന്ന പോലെ ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്നത്തെ ഏക ആഘോഷം എന്ന് പറയുന്നത് ഉത്രാടവും ഓണവും 2 ദിവസം നല്ല സമൃദ്ധമായ ഭക്ഷണവും പുതു വസ്ത്രം ധരിച്ച് പോകുക എന്നത് മാത്രമായിരുന്നു. ഈ തെക്കോട്ടൊക്കെ 10 ദിവസം ഓണം വലിയ ആഘോഷമായിരുന്നു. അതെ, തെക്കോട്ട് ഇപ്പം അത്തം മുതൽ ഇന്നത്താണല്ലോ, ഇന്ന് മുതൽ തന്നെ തുടങ്ങി ഓണം. അത് 10 ദിവസം ഗംഭീരം നടക്കുകയാണ്. വടക്കൻ പ്രദേശത്ത് അങ്ങനെ ഉണ്ടാവാറില്ല. നാട്ടിൻപാത്തെ സാധാരണ കൃഷിക്കാരൻ്റെ വീട്ടിൽ പണിയെടുക്കുന്ന നൂറുകണക്കിന് ആളുകൾക്ക് വയറ് നിറയെ 2 നേരം ഭക്ഷണം കിട്ടുന്ന തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അന്ന് അവർക്ക് കൊടുക്കുന്ന കൂലി വീട്ടിൽ കൊണ്ടുപോയി കുട്ടികളെയെല്ലാം സംരക്ഷിക്കാൻ കഴിയാതെ അരപ്പട്ടിണിയുമായി കഴിയുകയായിരുന്നു ഈ തൊഴിലാളികൾ മുഴുവൻ. അവർക്ക് കുട്ടികളോടും കുടുംബത്തോടും വന്ന് ഭക്ഷണം കഴിക്കാനും അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഓണം ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. എൻ്റെ ചെറുപ്പകാലം മുതൽ എനിക്ക് നേരിട്ട് അറിയുന്നത്, എൻ്റെ അച്ഛൻ്റെ വീട്, ഞങ്ങൾ ആദ്യം അച്ഛൻ്റെ തറവാട്ട് താമസിച്ചുകൊണ്ടിരുന്നു. അന്ന് ഒരുപാട് കൃഷിയും ഒരുപാട് കൃഷി തൊഴിലാളികളും അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ അരപ്പട്ടിണി കഴിയുന്നവരാണ്. അവരുടെ കുടുംബത്തെ എണ്ണം കുറേ, ഇന്നത്തെ പോലെയല്ല, എണ്ണം കുറേ കൂടുതലാണ്. അവരെല്ലാം ചെറുതും വലുതുമായ എല്ലാവരും വീട്ടിലേക്ക് വരികയാണ് പണിക്ക്. അങ്ങനെ അവർക്ക് കൊടുക്കുന്ന വേതനം കൊണ്ട് അവർക്ക് സുഖമായി ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു അന്നത്തെ കാലത്തുണ്ടായി. അവരുടെ വസ്ത്രമെല്ലാം പരിതാപകരമായിരുന്നു. അപ്പോൾ ഓണത്തിനും വിഷുവിനും അച്ഛൻ എല്ലാവർക്കും വസ്ത്രം കൊടുക്കും. പുതുമയുടെ പടിഞ്ഞാറത്തെ അച്ഛൻ്റെ പേര് ചന്തുമണിയാണിയാണ്. അമ്മ കുഞ്ഞമ്മ. അവർ കർഷക കുടുംബം തന്നെയാണ്. അവരുടെ കർഷക കുടുംബം തന്നെയാണ്. പാരമ്പര്യമായിട്ടുള്ള അവരെ അച്ഛനും അമ്മയും കുടുംബത്തിലെ പരമ്പര കൃഷി കുടുംബമാണ്. വലിയ കൃഷിയിലവരാണ്. പുതുമയുടെ പടിഞ്ഞാറ് നെയ്ത്തുശാലകളുണ്ട്. അവിടെ നിന്ന് ഒരാൾ ഓണത്തിന് മുമ്പേ 4 ദിവസം മുമ്പേ വലിയൊരു കെട്ട് തുണിയായി വരും. അതിൽ പലതും തുണിയുണ്ടാകും. അന്ന് അധികം വിറ്റഴിക്കുന്നത് തോർത്ത് എന്ന് പറയും. ഉടുക്കുന്ന എല്ലാവരും തോർത്താണ്. മുട്ടിന് താഴെ മാത്രമല്ല, ഒരു തോർത്താണ്. അതാണ് ഈ തൊഴിലാളികൾക്ക് കൊടുക്കുക. തെരുവുമുണ്ട് എന്നൊക്കെ പറയുന്നല്ലേ. അപ്പോൾ അത് സ്ത്രീകൾക്ക് പൊടാന്ന് പറയും. ആ പുടയ്ക്ക് ബാക്കിലൊരു കുത്ത വരയിലൊരു പുടയുണ്ടായിരുന്നു. അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്ക് തോർത്തും ആണ് അന്നത്തെ ഓണപ്പുട എന്ന പേരിൽ കൊടുക്കുന്നത്. അതിട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട ആഘോഷമായിരുന്നു. അപ്പോൾ ഓണത്തിനും വിഷുവിനും അത് ഈ തൊഴിലാളികൾക്കും അതുപോലെ വീട്ടുകാർക്കും കൊടുക്കും. അതൊരു പ്രത്യേകതയാണ്. ഭക്ഷണമൊക്കെ എല്ലാവർക്കും തന്നെയാണ് കൊടുക്കുക. ഞങ്ങൾക്ക് വീട്ടുകാർക്കും, ഞങ്ങൾക്ക് കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് ഈ ഓണത്തിനും വിഷുവിനും വാങ്ങി തന്നെങ്കിൽ പിന്നെ ഇടക്കേറി ഒന്നുമില്ല. അത് തന്നെ ഓണത്തിനും വിഷുവിനും മാത്രം കിട്ടുന്നതാണ് ഓണപ്പുട. അതെ, അതെല്ലാം ഒരു കൊല്ലം അങ്ങനെ സൂക്ഷിച്ചു കൊള്ളണം.
വടക്കം പാട്ടിലെ തച്ചോളിയോദയന്റെ പാട്ടിലൊക്കെ പറഞ്ഞില്ലേ ഓണപ്പടം വാങ്ങിക്കാൻ പോകുന്ന കഥയാണ്. അതെ 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 അതന്നെ. അങ്ങനെ സൂക്ഷിച്ച് നിൽക്കണം എന്നുള്ളതാണ്. ആ ഓണം നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് സമൃദ്ധിയോട് കഴിഞ്ഞുകൂടുന്ന ഒരു വ്യവസ്ഥ വന്നത് ഈ ജന്മിത്തം പോയതോടുകൂടിയാണ്. ഞങ്ങളെ വീട് വലിയ കൃഷിക്കാരുടെ വീടാണെങ്കിൽ ജമ്മിക്ക് ഭാരവും പാട്ടവും കൊടുക്കണം. അത് കഴിച്ച് കിട്ടുന്ന മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ജമ്മിത്തം പോയപ്പോൾ ഭാരം കൊടുക്കണ്ട. പക്ഷേ ഈ ഓണത്തിൽ ശരിക്കും പറഞ്ഞാല് അങ്ങ് ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യയശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ഓണാഘോഷം. അതെ അത് ഞാൻ പറയാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഭാരം കൊടുക്കാതിരിക്കുന്ന കാലത്ത് സമൃദ്ധിയോട് കഴിയാൻ ഒരു അവസരം വന്നു. അപ്പോഴാണ് ഓണത്തിൻ്റെ മഹിമ ആളുകൾക്ക് മനസ്സിലാകുന്നത്. ഈ സൗരയുഗത്തിലാണ് മഹാവിഷ്ണു ഉണ്ടായത്. ആ മഹാവിഷ്ണുവിൻ്റെ യുഗത്തിലാണ് മാവേലിയ നാടുവാണ് ചരിത്രം പറയുന്നത്. മഹാവിഷ്ണു, ശിവൻ, ബ്രഹ്മാവ് അവർ മൂന്ന് ആ യുഗത്തിലുണ്ടായതാണ്. മനുഷ്യനെ കുറിച്ച് ആക്കാനൊന്നും പറയുന്നില്ല. പക്ഷെ മാവേലി നാട് പാടുന്നത് എല്ലാവർക്കും സുന്ദരമായ ജീവിതമായിരുന്നു, ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നു. പക്ഷെ ആ മാവേലിയ മഹാവിഷ്ണു വാമനൻ്റെ അവതാരം ചവിട്ടി താഴ്ത്തി എന്ന് പറയുന്നത് ഒരു കാരണവുമില്ല. അത് ഈ ഓണക്കാലത്ത് ആരും പറയാറില്ല. അത് എന്തിനു അത് ചെയ്തു ഒറ്റ കാരണമേ ഉള്ളൂ. ദേവന്മാർ പറഞ്ഞു നീടുന്ന കാര്യം വരുന്നില്ല. അയാൾ നല്ല ഭരണമായതുകൊണ്ട്. അതുകൊണ്ട് അയാളെ എങ്ങനെ അവസാനിപ്പിക്കണം, ആ ഭരണം അവസാനിപ്പിക്കണം. ദേവന്മാരെ വാക്ക് കേട്ടിട്ട് ഈ ശിവൻ ഈ പണിയെടുത്തു, അല്ല വിഷ്ണു ഈ പണിയെടുത്തു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ പറയുന്നത്. അപ്പോൾ രണ്ടാമതാണ് ത്രേതായുഗം വരുന്നത്. ത്രേതായുഗത്തിൽ ശ്രീരാമൻ്റെ കാലം. ആ കാലത്താണ് കുറേ മനുഷ്യൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ത്രേതായുഗത്തിൽ. ശ്രീരാമൻ തന്നെ കഷ്ടപ്പെട്ട ജീവിതം നമുക്കറിയാമല്ലോ. വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ച് ജീവിച്ച ഒരാളാണ് ശ്രീരാമൻ തന്നെ. പിന്നെയാണ് ദ്വാപരയുഗം വരുന്നത്. ദ്വാപരയുഗത്തിലാണ് ശ്രീകൃഷ്ണൻ ഉണ്ടായത്. ശ്രീകൃഷ്ണ കാലത്താണ് മഹാഭാരതം നടന്ന് നാട് മുഴുവൻ നശിപ്പിച്ച് ഇത് പോയത്. ഇപ്പം നമ്മൾ ജീവിക്കും കലിയുഗത്തിലാണ്. ആര് പറയുന്നത്? ചരിത്രം പറഞ്ഞത്. ഞാൻ പറയുന്നത് ഈ കലിയുഗം നല്ല കാലം എന്നാണ്. ആ ത്രേതായുഗം, ദ്വാപരയുഗം, അതുപോലെ മറ്റ് ദേവന്മാരെ യുഗമൊക്കെ ആലോചിച്ചാൽ ഈ കലിയുഗം ഏറ്റവും നല്ല കാലമാണ്. ഈ കലിയുഗത്തിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണമെങ്കിൽ പണ്ടത്തെ ഐശ്വര്യത മാത്രമേ ഉള്ളൂ. ജനാധിപത്യമൊക്കെ ഇപ്പോൾ ഞാൻ ഇന്നലെ കച്ചേരി അമ്പലത്തെ പരിപാടിക്ക് പോയി. അവിടെ എല്ലാവരും ഒന്നിച്ചിരുന്ന ഒരു പരിപാടി, ഗംഭീരപ്പെട്ട പരിപാടി. ഇന്നത്തെ പത്രങ്ങൾ വായിച്ചാണ്. അപ്പോൾ അതൊരു വ്യവസ്ഥയുണ്ടായി ഈ കാലഘട്ടത്തിലാണ്. അപ്പോൾ ആ കാലഘട്ടം വന്ന് മാറി. പിന്നെയും കേരളത്തിൽ മാത്രമല്ല ഈ ഒരു മാറ്റം ഉള്ളൂ. അത്രേ ഉള്ളൂ. കേരളത്തിലല്ലേ ഓണമുള്ളൂ. അത്രേ ഉള്ളൂ. മലയാളികളത്തില്ലായിരുന്നു ഉണ്ടാകും, എല്ലാ വീട്ടിലും ഉണ്ടാകും. മാറി മാറി വന്ന് കാലം മാറി വന്നപ്പോഴാണ് ഈ ഓണം ആഘോഷം നമ്മളെല്ലാവരും ആഘോഷിക്കുന്നിടത്തേക്ക് മാറി വന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പട്ടിണി ഉണ്ടാക്കുന്നൊരു വീടില്ല പഴയതുപോലെ. അതുപോലെ ദാരിദ്ര്യമുള്ള വീട് നമ്മുടെ നാട്ടിലില്ല. സർക്കാർ ഫ്രീ ആയിട്ട് അരി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിലക്ക് കൊടുക്കുന്ന സംവിധാനം വേറെയുണ്ട്. പണിയെടുത്ത് നല്ല കൂലി കിട്ടുന്നു. ആ കൂലി കൊടുത്ത് നമ്മളെ നാട്ടിൻപുറത്ത് പോയി വാങ്ങാൻ ഇഷ്ടംപോലെ സാധനമുണ്ട്. പണ്ടതുമില്ല. ഈ കൃഷി ഇപ്പോഴും ഏകദേശം എത്ര ഏക്കർ കൃഷി ചെയ്യുന്നുണ്ട്? കൃഷിൻ്റെ പക്ഷേ നെൽകൃഷി എടുക്കാൻ ഒരൊറ്റ ആൾ കിട്ടില്ല. അതാണ് പ്രശ്നം. ഞങ്ങൾ കവുങ്ങിൻ്റെ പണി ഇവരെ എടുത്തില്ല. തെങ്ങിൻ്റെ എങ്ങനെ എടുത്തു കൂട്ടി. പ്രധാനമായിട്ട് തെങ്ങ്, കവുങ്ങ്, നെല്ല്, കുരുമുളക്, വാഴ, വാഴ, എല്ലാ കൃഷിയും ഉണ്ടായിരുന്നു. പച്ചക്കറിയൊക്കെ ഉണ്ടോ? പച്ചക്കറി ഉണ്ട്. ഞങ്ങൾക്ക് വേണ്ട പച്ചക്കറി ഞങ്ങളാക്കുമായിരുന്നു. പക്ഷെ ഒരാളെ കിട്ടണ്ടേ. പണിക്കാളല്ല, ഒരാളല്ല, സ്ത്രീയില്ല പുരുഷനുമില്ല. അതാണ് കേരളത്തിൽ സമൃദ്ധമായ ഓണം. ഇപ്പൊ ബംഗാളികളാവുന്ന എല്ലാം പാടത്ത് കൊയ്യാൻ വരെ ബംഗാളികളാവുന്ന ഒരു അവസ്ഥ വന്നു. ബംഗാളിയില്ലെങ്കിൽ പണി നടക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കൃഷിയിൽ നിന്ന് അകന്നത് പലരും പറയാറുണ്ട്. അങ്ങ് പറഞ്ഞതുപോലെ പണിക്കാരെ കിട്ടുന്നില്ല എന്നുള്ളത്. കൃഷി അകന്ന് പോകാൻ കാരണം തൊഴിലാളി കിട്ടുന്നതാണ്. നഷ്ടം കൊണ്ടല്ല. സ്വന്തമായിട്ട് നെൽകൃഷി എല്ലാവരും എടുക്കട്ടി. നഷ്ടം വന്നാൽ എടുക്കുക. അത് സ്വന്തം ഭക്ഷ്യവസ്തുവല്ലേ, അതെല്ലാവരും എടുക്കട്ടി. പക്ഷെ ആൾ വേണ്ടേ പണിയെടുക്കാൻ? ആളെ എങ്ങനെ ചെയ്യാൻ കഴിയും? ഈ കവുങ്ങും തെങ്ങും നാണ്യമുള്ള ഏതായാലും എപ്പം കിടത്താൽ മതി. പക്ഷേ നെൽകൃഷി അങ്ങനെ പറ്റൂല. അത് വിത്തിടണം, ഇത്ര സമയം വലിച്ചു വിടണം, വലിച്ചിട്ട് അത് ഇന്ന കാലം ആകുമ്പോൾ കൊയ്യണം. അതൊക്കെ നിയമമുണ്ട്. അല്ലെങ്കിൽ അത് നശിച്ചു. ഇപ്പോൾ അങ്ങ് ഏകദേശം എത്ര 2-3 ഏക്കർ ഭൂമിയുണ്ട് ഞങ്ങൾക്ക്. നിങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യത്തിനുള്ള കിട്ടും. പക്ഷെ അതാണ് ഇന്നത്തെ പൊതുസ്ഥിതി. അപ്പൊ ഇപ്പം പറയാറുണ്ട് ആന്ധ്രയിൽ നിന്നുള്ള അരിയും തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറിയും കർണാടകത്തിൽ നിന്നുള്ള പൂവാണ് ഇപ്പൊ മലയാളിയുടെ ഓണം. അങ്ങനെ അതാണ് ശരി. എല്ലാം നമുക്ക് അധ്വാനിക്കാണ്ട് കിട്ടണമെന്നിടത്തേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. വടക്കിന്ത്യക്കാരെ അധ്വാനിച്ച് നെല്ലുവരിയും തരണം, അതും ചെറിയ പൈസ കിട്ടണമെന്നാണ് നമ്മുടെ നാട്ടിലെ ആളുകളുടെ ആഗ്രഹം. നല്ല ആഗ്രഹം തന്നെ. പക്ഷേ അവർ ഭൂമി അങ്ങനത്തെ ആയതുകൊണ്ട് അവർ അധ്വാനിക്കുന്നു. നമ്മളെ ഭൂമിയും ഈ മലയോരമായതുകൊണ്ട് ഇത് മാറി വരുന്നതല്ല. നമ്മൾ സ്വയം പര്യാപ്ത പച്ചക്കറി ഉണ്ടാക്കുന്നതിലെ ഒരു സംരംഭമൊക്കെ ഇപ്പൊ VS-ന്റെ ഭരണകാലം മുതൽ ഇങ്ങോട്ട് ആ ഒരു ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട്. അതിന് കുറച്ചൊക്കെ നമുക്ക് അതിനൊരു ബദൽ എന്നുള്ള രീതിയിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഇത് സർക്കാരും തുടങ്ങി വെച്ച് ഇപ്പോൾ തുടരുകയാണ്. പക്ഷെ അത് ഇത് പ്രാവർത്തികമാക്കുന്ന തൊഴിലാളികൾ കിട്ടാത്ത പ്രശ്നം.
അതിനൊരു ബോധവൽക്കരണം എന്തുകൊണ്ട് അത് അതില്ല നമ്മുടെ നാട്ടിലേക്ക് ഒലിക്കാൻ കാരണം എന്താ പറയുക, ഇപ്പോൾ കൃഷിക്കാരൻ്റെ മക്കളാരും കൃഷിപ്പണിക്ക് പോകുന്നില്ലേ? കർഷക തൊഴിലാളി മക്കളാരും കാര്യങ്ങൾക്ക് തൊഴിലാളിക്ക് പോകുന്നുണ്ടോ? ആരുമില്ല. അവർക്കെല്ലാം മക്കളെ പഠിപ്പിക്കണമെങ്കിൽ അമേരിക്ക അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കണം. ഈട് മാത്രമല്ല, അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടാണ്. അമേരിക്ക ഒരു കുട്ടി നാട്ടിൽ കുട്ടികളെല്ലാം പുറത്താ പഠിക്കുന്നത്. അവർ തിരിച്ചു വരുന്നില്ല. അമേരിക്കൻ സംസ്കാരം അങ്ങനെയാണ്. ആടെ പോയവർ നമ്മൾ കാര്യം വിലക്ക് പറ്റില്ല, ആ കുട്ടി പറഞ്ഞു തരില്ല. വീടുകളിലെ കുറച്ച് പ്രായമുള്ളവർ മാത്രമായി മാറുകയാണ്. അപ്പോൾ ആ സംസ്കാരമാണ് നമ്മുടെ നാട്ടിൽ വളർന്നു പോയത്. അതുകൊണ്ടാണ് പണിയെടുക്കാൻ ആളില്ലാത്തത്. കൃഷിപ്പണിയെടുത്താൽ എടുക്കാത്തത് നഷ്ടം കൊണ്ടാണ്. ആ പണിക്ക് പോയാൽ നല്ല കൂലി കിട്ടുന്ന പണ്ട് വരെ, ഇപ്പോൾ നല്ല ഇഷ്ടം നല്ല കൂലിയായാലും ആ രംഗത്തും കൊടുക്കുന്നു. പക്ഷേ ആ പണിക്ക് ആരും ആൾ പോകുന്നില്ല. അതാണ് പ്രശ്നം. ഇപ്പോൾ തൊഴിലാളി ക്ഷാമമാണ് നമ്മൾ ഈ ഓണം മടക്കൂല്ലേ കാര്യത്തിൽ. പച്ചക്കറി ആയാലും മറ്റ് നെൽകൃഷി ആയാലും അഭിവൃദ്ധി ഇല്ലാതിരിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം തൊഴിലാളിയുടെ പ്രശ്നമാണ്. കുട്ടിക്കാലത്ത് ഓണത്തിന് ഒരിക്കലും മറക്കാത്ത ചില ഓർമ്മകൾ ഉണ്ടാവും, അങ്ങനെ ഏതെങ്കിലും? അത് ഈ ഇന്നത്തെ കാലത്ത് ഓണത്തിന് ഒരുപാട് കലാസാംസ്കാരിക പരിപാടി ഉണ്ടല്ലോ. പണ്ട് കാലങ്ങളിൽ ആകെയിലെ പരിപാടി കുട്ടിൻകൂലാണ്. വേറെ ഒരു കലയില്ല. ആ കുട്ടിൻകൂല് കളിക്കാൻ കുന്നിൻ്റെ പുറത്ത് ഈ കാലി മേയ്ക്കുന്നവരുണ്ടാകും. അവരിൽ കുട്ടി വന്ന് ഇത് കളിക്കലാണ്. ഓണം കഴിഞ്ഞ് ഉച്ചക്കത്തെ ഭക്ഷണം കഴിഞ്ഞു പിന്നെ കാലി മേയ്ക്കുന്നിടത്തേക്ക് പോകും. അന്ന് ഇഷ്ടംപോലെ കുന്ന് ഒഴിഞ്ഞ് കിടക്കുന്ന സ്ഥലമുണ്ടാകും. ആ കളിക്കലാണ് ഒരു കലാപരിപാടി. മറ്റൊന്ന് രാത്രി വീട്ടിൽ വന്നാൽ കാടി കളിക്കും. പല കാടി മഞ്ചാടി കുരുട്ടിട്ട് കളിക്കുന്ന ഒരു ശീലമുണ്ട്. അതാണൊരു കലാപരിപാടി എന്ന രീതിയിൽ പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. ബാക്കി ഒരു പരിപാടിയും നമ്മുടെ നാട്ടുകാർക്കും അറിയില്ല. വലിയ ഇല്ലങ്ങളിലും മനങ്ങളിലും കഥകളിയോ ഒക്കെ ഉണ്ടാവും. പിന്നെ അപൂർവം ജലസങ്ങൾ, അത് മഴക്കാലത്ത് കുറവായിരിക്കും. അപ്പോൾ കലാസാംസ്കാരിക പരിപാടികൾ വളർന്നത് ഈ പുതിയ സമൂഹം വന്നതോടുകൂടിയാണ് നമ്മുടെ നാട്ടിൽ. പക്ഷേ അത് വലിയ ഓണാഘോഷമായി മാറുകയും ചെയ്തു. സർക്കാരിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷമൊക്കെ സർക്കാരിൻ്റെ സഹായമുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായമുണ്ട്. അതോടുകൂടി ഓണാഘോഷം ഗംഭീര പരിപാടി. ഇപ്പോൾ കലക്ടർ തന്നെ മീറ്റിംഗ് വിളിച്ചെടുത്തു. എല്ലാ ജില്ലയിലും ഒരു 10 ദിവസം ഓണപരിപാടി അവർ ഗംഭീര നടത്തുകയാണ്. അതിന് വിവിധ കലാപരിപാടി അവർ അവതരിപ്പിക്കുന്നു. സർക്കാർ സാമ്പത്തിക സഹായം കൊടുക്കുന്നു. ഡിസ്ട്രിക്ട് ബോർഡ് എല്ലാ സഹായവും അവർക്ക് കൊടുക്കുന്നു. അങ്ങനെ അത് വിപുലമായ പരിപാടി ഇപ്പോൾ സർക്കാർ ഏറ്റെടുത്ത് നടത്തുന്നത്. പക്ഷെ നാട്ടിലെ ആളുകൾക്ക് അത് ഉപയോഗപ്പെടുത്തുന്നത് അത് ധാരാളം കാശ് വേണം. ഇന്നത്തെ കാലത്തെ പഴയതുപോലെ ക്ഷാമമില്ല. അതില്ലാതെ കൊണ്ട് നാട്ടിലെ ആളുകൾ നല്ല സമൃദ്ധിയോടെ ഇന്ന് ഓണം ഉണ്ടെന്നു എന്നുള്ളതാണ്. ഓണത്തിന്റെ ഈ ഭക്ഷണത്തിലും നമ്മുടെ വിഭവങ്ങളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മാറ്റം വന്നു. പണ്ടൊക്കെ വെറും വെജിറ്റേറിയൻ ഭക്ഷണമായിരുന്നു. പക്ഷേ ഓണം സദ്യ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ഇന്ന് ഓണത്തിന് വെജിറ്റേറിയൻ സാധനം ഉപയോഗിക്കാറുള്ളൂ. അപൂർവം ചില ആൾ മാത്രമേ മത്സ്യം മറ്റും ഉപയോഗിക്കും. പക്ഷെ വെജിറ്റേറിയനാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഈ ചിക്കൻ ഇറച്ചിയില്ല ഒഴിച്ചുകൂടാൻ പറ്റുന്ന ഒരു ഘടകമായി മാറിയിട്ടുണ്ടല്ലോ പ്രധാനമായിട്ടും. ഇല വെച്ചിട്ട് ഉണ്ണുമ്പോൾ വെജിറ്റേറിയൻ കുറേ കറികൾ വെച്ച് കുറേ എണ്ണം കറികൾ നമ്മുടെയൊക്കെ ഓർമ്മയിലെ ഒരു ഇതല്ലായിരുന്നു. എൻ്റെ ഓർമ്മത്തിൽ എത്രയോ വലിയ ഇല ഓണത്തിന് പ്രത്യേക വില മുറിക്കും. വലിയ ഇല ആയിരിക്കണം. അതിൽ ഒരുപാട് കറികൾ, എല്ലാ വിഭവങ്ങളും കൂട്ടിയ കറികൾ, അതെല്ലാം കൂട്ടിയാണ് പണ്ട് ഓണം ഉണ്ണുക. അത് മാറി പറയുന്ന ഈ പുതിയ കാലം പട്ടണം വരുമ്പം അതുപോലെ ഹോട്ടലിലേക്ക് മാറിയില്ലേ, നോൺ വെജിറ്റേറിയൻ ആയി മാറും. അങ്ങനെ ചില ആളുകൾ എന്നാലും ഒന്നും കഴിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അതെങ്ങനെ പോവുകയാണ്. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ യൗവനകാലത്തൊക്കെ ഈ ഓണക്കാലത്ത് സിനിമകൾ കാണാൻ പോവുക അങ്ങനെയുള്ള അങ്ങനത്തെ ചരിത്രമില്ല. ഇല്ല അല്ലേ? സിനിമയെ അറിയില്ല നാട്ടുകാർക്ക്. ഞങ്ങളത് കുട്ടിക്കാലത്ത് ഈ ഓണക്കാലം സിനിമയുടെ പാട്ടുകളുടെ ഒക്കെ ഒരു കാലമാണ്. കുട്ടിക്കാലത്ത് എനിക്ക് തോന്നുന്നു ഞാനൊരു 10-15 വയസ്സ് വരെ സിനിമ കണ്ടിട്ടുണ്ടാവില്ല. സ്വതന്ത്രമായി പോകാൻ തുടങ്ങി മാത്രമേ സിനിമ കണ്ടിട്ടുണ്ടാവും. അതിന് മുമ്പേ സിനിമ കണ്ടിട്ടുണ്ടാവില്ല. അന്ന് അങ്ങനെ നാട്ടിൽ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ ഈ കൃഷ്ണപ്പാട്ട് വായിക്കണം. ചിങ്ങമാസിൽ കർക്കിടമാസിൽ രാമായണം ശ്രീരാമനെ കുറിച്ച്, ചിങ്ങത്തിൽ ശ്രീകൃഷ്ണനെ കുറിച്ച് കൃഷ്ണപ്പാട്ട്. ഈ 2 വായന ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു അന്നത്തെ കാലഘട്ടം. ഓർമ്മയിൽ ഏതെങ്കിലും കുറച്ച് വരികൾ ഓർമ്മയുണ്ടോ കൃഷ്ണപ്പാട്ടിലെ? കൃഷ്ണപ്പാട്ടിൽ എല്ലാം രാമായണത്തിലെ രാമനെയും കൃഷ്ണനെയും സൂചിക്കുന്നതാണ്. വേറെ അതിൽ പൂരക്കളി കലാകാരൻ കൂടിയാണല്ലോ. അതെ, പൂരക്കളി പോലെ തന്നെ അത് തന്നെയാണ്. രാമ 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 എന്നാണ് മറ്റേത് തുടങ്ങുന്നത്. മറ്റേത് കൃഷ്ണനെ കുറിച്ച് തുടങ്ങും. അതാണ് അതിൻ്റെ ചരിത്രങ്ങൾ. ഇപ്പോൾ നമ്മൾ സപ്താഹം നടക്കാൻ പാടില്ല. എന്ത് സപ്താഹം 7 ദിവസമായി സപ്താഹം എന്ന് പറഞ്ഞിരുന്നത്. അത് മുഴുവൻ ശ്രീകൃഷ്ണ ചരിത്രമാണ്. ശ്രീകൃഷ്ണ ജനനം മുതൽ പിന്നെ അവസാനിക്കുന്നവരുടെ ചരിത്രം പറയുന്നതാണ് ഈ സപ്താഹം എന്ന് പറയുന്നത്. അപ്പോൾ അത് അവർ ആ യുഗത്തിലെ പുരുഷന്മാരായിരുന്നു, മഹാപുരുഷന്മാരായിരുന്നല്ലോ. പൂരക്കളി പരിശീലിക്കാൻ ഏത് പ്രായത്തിലാണ് പരിശീലിച്ചത്? പൂരക്കളി ഞാൻ ചെറുപ്പത്തെ തുടങ്ങിയതാണ്. അതെ, ഞാൻ എൻ്റെ അച്ഛൻ തന്നെയാണ്. അച്ഛനല്ല, എൻ്റെ അച്ഛൻ്റെ അനുജനുണ്ടായിരുന്നു പിന്നെ കൃഷ്ണപ്പണിക്കർ. അയാൾ മരിച്ചുപോയി. അവർ പൂരക്കളിയിലെ വലിയ ആശാനായിരുന്നു. അപ്പോൾ അവർ കുട്ടികളെയും വിടുകയില്ലായിരിക്കും. എല്ലാവരും വിളിച്ചുകൊണ്ട് എല്ലാ കൊല്ലം പൂരക്കളി കളിക്കും. അങ്ങനെയാണ് ഞങ്ങൾ പൂരക്കളിയിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ്. ഇവിടെ അമ്പലത്തിലും വലിയ തറവാട്ടിലും വെച്ച് പൂരക്കളി നടത്തിക്കൊണ്ടിരുന്നു.
പിന്നെ പൂരക്കാലത്ത് മീനമാസത്തിലെ പൂരത്തിന് മുച്ചിലോട്ടും അതുപോലെ അരവത്തും കഴകത്തും ഞങ്ങൾ പൂരക്കളി അങ്ങ് പരിശീലിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ പരിശീലിച്ചതായി പൂരക്കളിയോട് നമുക്ക് കമ്പുണ്ടാകാൻ പ്രധാനപ്പെട്ട കാരണമായത്. പൂരക്കളിയിൽ ഏതെങ്കിലും കുറച്ച് വരികൾ പാട്ട്? അത് തുടങ്ങുന്നത് നാരായണ നാരായണ വാസുദേവ കൈതൊഴുന്നേ അഴിയതിൽ പള്ളി കൊള്ളും, അത് അങ്ങനെ തുടങ്ങുന്ന കാര്യം. അങ്ങനെ പല പാട്ടുകളും എൻ്റെ അകത്തുണ്ട്. പിന്നെ അങ്ങനെയാണ് ഈ പൂരക്കളി രംഗത്ത് ഞാൻ വരാനൊരു പ്രധാനപ്പെട്ട കാരണമായത്. ആ കൂട്ടത്തിൽ ഞാൻ ചെറുപ്പത്തിൽ തന്നെ രാഷ്ട്രീയം തുടങ്ങി. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഞങ്ങളുടെ നാട്ടിൽ ഒരു പി എ ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആളായിരുന്നു. എൻ്റെ അച്ഛനുമായിട്ട് ഒരു നല്ല ബന്ധത്തിലായിരുന്നു. അപ്പോൾ അതിൽ കൂടിയാണ് ഞങ്ങൾ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. അങ്ങനെ ഞാൻ ചെറുപ്പത്തിൽ രാഷ്ട്രീയമായി. കൃഷി ഏത് കാലത്ത് ഞാൻ വിടാതെ കൊണ്ടുപോയി. ഒരു പൊതുകാര്യ പ്രവർത്തകൻ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അങ്ങ് ഒരു മുഴുനീള രാഷ്ട്രീയ പ്രവർത്തകൻ തന്നെ ആയിരുന്നു. പക്ഷെ അതിനിടയിലും ഈ കൃഷി എങ്ങനെയാണ്? അതാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായത്. അതെ, സാധാരണക്കാരിപ്പം ഒരു രാഷ്ട്രീയ പ്രവർത്തനം പറഞ്ഞാൽ രാവിലെ എണീറ്റ് പത്രമൊക്കെ വായിച്ച് പിന്നെ കുളിയും കഴിഞ്ഞ് പണിക്ക് പോകും. പരിപാടികളായി എൻ്റെ രാവിലെ എണീറ്റിന് അത്ര വായന കഴിഞ്ഞതിന് മുമ്പ് ഞാൻ മറ്റേ പണിക്ക് പോകും, കൃഷിപ്പണിക്ക്. അപ്പോൾ അത് എനിക്ക് ഏറ്റവും വലിയ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. എനിക്ക് 10 മണിക്കോ അല്ലെങ്കിൽ 11 മണിക്കോ ഒരു മീറ്റിംഗ് എത്ര മറ്റേ പണികളും കഴിയുവാൻ്റെ. അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാക്കി ഇല്ലേതാണ്. വീട്ടിലാണെങ്കിൽ നിർബന്ധമാണ് കൃഷിപ്പണി എടുക്കണമെന്നില്ല. അന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ. അപ്പോൾ അത് വലിയ പ്രശ്നമായി. പക്ഷേ എന്നാൽ കൃഷി ഉപേക്ഷിക്കാൻ നമുക്ക് തോന്നിയില്ല. അതൊരു കുടുംബപരമായി തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനമായിട്ട് ബന്ധുള്ളതാണ്. അതുകൊണ്ട് പിന്നെ മറ്റേ അച്ഛനും അല്ല, അച്ഛനും പൊതുപ്രവർത്തനം ആയിരുന്നില്ല. പക്ഷേ ആശയം അച്ഛനും കർഷക സംഘം, കൃഷിക്കാരൻ്റെ സംഘടന, അതിൽ കൂടി പാർട്ടി എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് നമുക്ക് തുടർന്ന് വരാൻ ഒരു പ്രധാനപ്പെട്ട കാരണമായിരുന്നു. അങ്ങനെയാണ് ഞാൻ പൊതുപ്രവർത്തനം കൂടി പിന്നീട് അതിൻ്റെ ഒരു ഫുൾ ടൈം പ്രവർത്തകരായി മാറുന്ന ഒരവസ്ഥ വന്നു. MLA ആയിട്ടുള്ള 10 വർഷക്കാലം. ശരിക്കും പറഞ്ഞ ഒരു MLA എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു നിയോജകമണ്ഡലത്തിന്റെ വലിയൊരു നിയോജകമണ്ഡലമാണ്. അപ്പോൾ ഈ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട സമയത്ത് അങ്ങ് ഈ കൃഷി പ്രവർത്തനം അല്ലെങ്കിൽ കാർഷിക വൃത്തി മാറ്റി നിർത്തിയിട്ടില്ല. അത് ശരിക്കും അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഒരു MLA പണി ഞാൻ കൃത്യമായി നിർവഹിച്ച ഒരാളാണ് ഞാൻ. അതെ, അതിന് ആർക്കും പരാതിയില്ല. ഇല്ല, ഏത് കക്ഷിക്കും മറ്റു പൊതുജനങ്ങൾക്ക് പരാതിയില്ലാതെ കൊണ്ടുപോയ MLA അതെ, ജനങ്ങളെല്ലാവരും ഏകണ്ഠമായിട്ട് സമ്മതിക്കുന്ന ഒരു കാര്യമാണത്. അതെന്താണോ അത് ഞാൻ കൃത്യമായി നിർവഹിച്ചിരിക്കുന്നത്. ഒരു പരാതിയും പറയിപ്പിക്കാതിരിക്കാം. അതേപോലെ വികസന രംഗത്തും മറ്റെല്ലാ മണ്ഡലം വെച്ച് നോക്കിയാൽ എൻ്റെ മണ്ഡലമായിരുന്നു ഏറ്റവും നല്ല വികസനം നടന്ന കാര്യം. ഞാൻ ആദ്യം MLA ആകുമ്പോൾ ഞാൻ പ്രതിപക്ഷത്തായിരുന്നു, രണ്ടാമതാണ് ഭരണകക്ഷിയായിരുന്നു. പക്ഷെ ഞാനത് 2 കാലം എനിക്ക് ഭരണകക്ഷി പ്രതിപക്ഷം എനിക്ക് തോന്നിയില്ല. എല്ലാവരും എന്നെ നന്നായി സഹായിച്ചിരുന്നു. അങ്ങനെയാണ് എൻ്റെ വികസന രംഗം നന്നാക്കി കൊണ്ടുപോയി കഴിഞ്ഞു. അത് ഏത് പ്രദേശത്താക്കുന്നതും ഞാൻ നോക്കിയില്ല. എവിടെയാണോ വേണ്ടത് ആ വാർഡ് കൊടുത്തു എന്നുള്ളതാണ്. പക്ഷെ ആ മാരിച്ച ചുമതല നിർവഹിക്കുന്ന കൂടുതലും ഞാൻ കൃഷിയെ അതാണ് ഞാൻ ഉപേക്ഷിച്ചില്ല. അത് ശരിക്കും ഒരു വിസ്മയകരമായ കാര്യമാണ്. അതാണ്, അത് ആർക്കും കഴിയാത്തതാണ്. അത് ഞാൻ ചെറുപ്പത്തിലെ പരിശീലിച്ച് വന്നുകൊണ്ട് അതും ഭംഗിയായി ഇതിനെ കൂട്ടി നടത്താൻ വേണ്ടി കഴിയും. പിന്നെ കുടുംബക്കാരെല്ലാം അങ്ങനെയായിരുന്നു അന്നേരം ഈ സമയമൊക്കെ. സമയം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. ഞാൻ എന്ത് വന്നാലും ഞാൻ ഏത് പരിപാടിക്ക് വന്നാലും ഞാൻ 10 മണിക്ക് കഴിഞ്ഞാൽ 10 മണിക്ക് എടുത്തുവാണ്. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. ദൂരത്ത് ഇടുന്ന് ദേലമ്പാടിക്ക് 1.5 മണിക്കൂർ വണ്ടി ഓടണം. അവിടെ 10 മണിക്ക് പരിപാടിക്ക് ഞാൻ 9:50 എത്തും. അത് എൻ്റെ ഒരു ശീലമായിരുന്നു. ഏത് പരിപാടിക്കായാലും ഞാൻ ശരിക്കും കർണാടക ബോർഡറായി കർണാടക അവർക്ക് മലയാളം അറിയില്ല, അവർക്ക് ഇല്ല. ആ പ്രദേശം ഞാൻ എത്തും. ഞാൻ പറഞ്ഞ അങ്ങനെയാണ്. ഞാൻ കൃത്യനിഷ്ഠ പാലിക്കുന്ന സമയം അതിലൊത്ത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. രാവിലെ എത്ര മണിക്ക് ഉറക്കം വരും? ഞാൻ 5 മണിക്ക് എണീക്കും. ഇപ്പോഴും ഞാൻ 5:30 എണീക്കും. അതാണ് എനിക്കിട്ട് കൃത്യനിഷ്ഠ പാലിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇപ്പൊ കാർഷിക വൃത്തിയിൽ പ്രധാനമായിട്ടും അങ്ങ് പിന്നെ വയലിലൊക്കെ ഏതൊക്കെ? അതെ, ഞാൻ അടുത്തുവരെ പോയിക്കൊണ്ടായിരുന്നു. 3-4 മാസമായി കാക്ക സുഖമില്ലാതെ. കഴിഞ്ഞ ജനുവരിക്ക് ശേഷം ഞാൻ അവിടെ പോയില്ല. ഓപ്പറേഷൻ 3 മാസം മുഴാനും ഒക്കെ എല്ലാം ഞാൻ കൂടുതലായിരുന്നു. അതിന്റെ വരമ്പന്റെ പണി എടുക്കാൻ, നടാൻ കൂടാൻ, കൊയ്യ് നിർത്ത് പോകാൻ, കൊത്തലല്ലേ കൊത്തല്. അതുപോലെ തന്നെ ഇപ്പോഴൊക്കെ അതൊക്കെ യന്ത്രമായി. എന്നാലും യന്ത്രം ഈ വരമ്പനൊന്നും കൊള്ളൂല. വരമ്പല കൊത്തി പിടിക്കണം, എന്നാൽ മാത്രമേ വെള്ളം പിടി നിൽക്കുന്നു. ഏറെ പുറത്തുനിന്ന് കൊത്തി വെള്ളത്തിലിടണം, അത് കൊത്തി വരമ്പൽ വെക്കണം, എന്നാലേ വെള്ളം നിൽക്കും. വെള്ളം നിന്നാൽ മാത്രമേ അയർ കിട്ടൂ. അപ്പോൾ അതൊന്നും നിന്നവർക്ക് ആർക്കും അറിയില്ല. അത് തൊഴിലാളിയില്ല, ഇന്ത്യക്കാർക്കൊന്നും അതും അറിയില്ല. അതും അറിയില്ല. പ്രധാനപ്പെട്ട ഏതൊക്കെ വിത്തായിരുന്നു കൃഷി ചെയ്തിരുന്നത്? നിങ്ങൾ പണ്ട് മീൻ കയമ്മ 90 ദിവസം. ആ 90-നാണ് അടുത്താദ്യം ഇട്ടാൽ ഈ ഓണത്തിനും പുത്തരിക്കും ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട നെല്ല് അതായിരുന്നു. കയമ്മക്ക് 4 മാസം കന്നിയിലേ മൂരാൻ കഴിയും. ഈ 90 മൂപ്പ് കുറഞ്ഞ വിത്ത് 90 ദിവസം കൊണ്ടും പോരാം. 85 ദിവസം കൊണ്ടും വരും. അത് കണക്കായിട്ട് വിത്തിടും.
ഇപ്പോഴും അത് തന്നെയാണോ ചെയ്യുന്നത്? അങ്ങനെ ചെയ്യും. അത് തന്നെ. 3 വിളവ് ഇല്ലല്ല, ഒറ്റ വിളയല്ലോ. ഇപ്പൊ ഒന്നേ ഉള്ളൂ. 90 കയമ്മ, ഉണ്ടക്കയമ്മ, മുണ്ടോടൻ തുടങ്ങിയ ഒരുപാട് പഴയ വിത്തുകളായിരുന്നു അന്നേ കൃഷി വന്നത്. ചെറിയ വിളവേ അന്ന് ഇടുന്നത്. ഇന്ന് പുതിയ വിത്ത് വന്നപ്പോൾ നല്ല വിളവ് കിട്ടുന്നുണ്ടല്ലേ? പിന്നെ അന്നൊരു പുതിപ്പാട് കണ്ടമെന്ന് പറഞ്ഞതിന് ഒരു 50 സെൻറ്റ് കണക്കാക്കല്, അതിന് 30 രൂപ എല്ലാം കിട്ടും. ഇന്ന് അതിന് ഒരു 70-75 പ്രായം കിട്ടും. പറ കിട്ടും. അത് ഒരു പഴ 10 കിലോ വീട്ടിലെ ആവശ്യങ്ങളിലല്ലേ ഉപയോഗിക്കുന്നത്, പുറത്ത് വിൽക്കാൻ നടക്കില്ല. വിൽക്ക് കുറച്ചുണ്ടാവും. അങ്ങനെ പഴയ കൃഷി സംസ്കാരം ഞങ്ങളിപ്പോഴും പോകുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ജീവിതരീതി അങ്ങനെ കൊണ്ടുപോകും. അതെ അതെ. അപ്പോൾ കൃത്യദർശ പാലിക്കാനും നമ്മൾ കുടുംബം കൃഷിയോടെ സഹായിക്കുന്ന എൻ്റെ മക്കള് എങ്ങനെ? എനിക്ക് 3 പേരാണല്ലേ. മൂത്ത മധുസൂദനൻ, അവൻ ഗൾഫിലാണ്, ഭാര്യ കുട്ടികളിലാണ്. ഇപ്പോൾ വന്നിരുന്നു, ഇനി കഴിഞ്ഞ ആഴ്ച പോയി. അവിടെ സ്കൂൾ തുറക്കുന്നത് ഇന്നലെ പോയി. രണ്ടാമത്തെ മകള് അവൾ സ്കൂൾ ടീച്ചറാണ്. അവൾക്ക് 2 കുട്ടികളുണ്ട്. ഒരുത്തി MBBS പഠിക്കുന്നത്, മറ്റവൻ ഇപ്പം കോളേജ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ പേര് അവളുടെ പേര് കലാവതി. മൂന്നാമത്തെ പത്മരാജൻ, വീട്ടിൽ തന്നെ ഉണ്ട്. അവനും ഭാര്യ 2 കുട്ടികളായി. അവൻ്റെ ഭാര്യ നഗര കോളേജിലെ ടീച്ചറാണ്. പത്നിയുടെ പേര്? ഭാര്യയുടെ പേര് പത്മിനി. ഇവര് കൃഷിയിൽ എല്ലാവരും എല്ലാവർക്കും അറിയും. അവരെല്ലാം ഈ പഠിക്കുന്ന കാലത്തെ കൃഷിയിൽ തന്നെ വളർന്നതാണ്. കൃഷി തന്നെ. ശരി. ഒരു സഹകാരി എന്നുള്ള രീതിയിലും അങ്ങ്. അതെ, അത് ഞാൻ നന്നായി നിർവഹിച്ചിരിക്കുന്നു. ഞാൻ 20 കൊല്ലക്കാലം പനയാൽ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഞാൻ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനിലുണ്ടായിരുന്നു. കേരളപ്പെട്ടിൻ്റെ ബോർഡിൽ ഞാൻ 20 കൊല്ലം ഉണ്ടായിരുന്നു, എൻ്റെ എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു. അതൊക്കെ ഞാൻ ഭംഗിയായി നിർവഹിച്ചിരിക്കുന്നു. ഈ ജില്ലയിൽ സംസ്ഥാനത്ത് അറിയപ്പെടുന്ന ഒരു ബാങ്കായി പനയാൽ ബാങ്കിനെ മാറ്റി. ഞാൻ പോകുമ്പോൾ പനയാൽ ബാങ്കിൻ്റെ ഒരു കെട്ടിടം മാത്രം ഉണ്ടായിരുന്നു. അത് ഞാൻ 7 ബ്രാഞ്ചാക്കി, ഹെഡ് ഓഫീസ് കെട്ടിടാക്കി, ബ്രാഞ്ചുകൾക്ക് സ്ഥലം വാങ്ങി. മനോഹരമായ ഈ ജില്ലയിൽ സുധാകരൻ പ്രസംഗിക്കില്ലായിരുന്നു മന്ത്രി, സഹകരണ മന്ത്രി, പനയാൽ ബാങ്കിനെ കുറിച്ച്. അങ്ങനെ ഗംഭീരപ്പെട്ട സ്ഥാപനമാക്കിയാണ്. അതേപോലെ ഞാൻ 10 കൊല്ലം പാർട്ടി സെക്രട്ടറി ഉണ്ടായി. അതും ഞാൻ നന്നായി നിർവഹിച്ച. ഈ മണ്ഡലത്തിലാകെ ഇല്ലേ അന്നത്തെ കമ്മിറ്റി, അതുപോലെ ചെറിയ കമ്മിറ്റി ഇല്ല നിർവഹിച്ചാൽ. ഞാൻ ചെറുപ്പകാലം മുതൽ പള്ളിക്കൽ പാർട്ടി സെക്രട്ടറിയാണ്. അന്ന് പഞ്ചായത്ത് രാജ് ലോക്കൽ കമ്മിറ്റിയാണ്. ഞാനായിരുന്നു എൻ്റെ കുറേ കാലം സെക്രട്ടറി ഉണ്ട്. അന്ന് ഞാൻ നമ്മളെ കിട്ടി കിടന്നു തുടങ്ങിയ ആഫീസായി ഇന്ത്യയിൽ ഉദ്ഘാടനം ചെയ്ത് പള്ളിക്കൽ റോഡ്സിൽ കാണുന്ന ആഫീസ്. അതൊക്കെ ഞാൻ ഈ കൂട്ടത്തിൽ കൃത്യമായി ഞാൻ നിർവഹിച്ചു എന്നുള്ളതാണ്. എന്നോട് പരാതി പറയാൻ ആർക്കുമില്ല, പാർട്ടിക്കാർക്കില്ല, നാട്ടുകാർക്കില്ല, ആർക്കുമില്ല. പക്ഷെ നമുക്ക് പഴയതുപോലെ ജീവിതം കൊണ്ടുപോകണമെന്ന് ആഗ്രഹം. അതായത് നിങ്ങൾ കാണുന്നത് ഈ ചെറ്റകെട്ടി കൂടെ ഉണ്ട്, ഞാൻ പണ്ട് അച്ഛൻ കെട്ടിയത്. ഇത് ഞാനിപ്പോൾ കൂട്ടിക്കിട്ടേ ഇപ്പോൾ മറ്റു മുമ്പേത് പണ്ടേത് കൂടെ പറ്റ ചോർന്ന് വലിക്കും. എനിക്കത് ഈ മാടാക്കിയ മേലെ അതെ പറ്റ ചോർന്ന് വലിക്കും. ഒരു കമ്മ്യൂണിസ്റ്റ് എന്നുള്ള രീതിയിൽ ജീവിതത്തിലും ആ ആദർശങ്ങൾ അതുപോലെ ഇപ്പോഴും പുലർത്തിക്കൊണ്ടു പോകുന്നു എന്നുള്ളത് ഒരുപക്ഷെ ഒരു നല്ല കർഷകനായതുകൊണ്ടായിരിക്കാം. ആ ഒരു മണ്ണിനെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാകുമ്പോഴാണല്ലോ. എൻ്റെ അടുത്ത് വരാതെ നമ്മൾ പാർട്ടി നേതാക്കന്മാരാരുമില്ല, നായനാരടക്കം ഇവിടെ ഒന്നും ഭക്ഷണം കഴിക്കാത്തവരാരുമില്ല. VS സ്ഥിരം കാസർഗോഡ് വന്ന എൻ്റെ അടുത്തായിരുന്നു ഭക്ഷണം. അങ്ങനെ സമൃദ്ധമായ ഓണം ഇന്നത്തെ കാലമായി മാറി. അതാണ് ഒരു പ്രത്യേകത. പഴയതിന് വ്യത്യസ്തം. എങ്ങനെ ഈ വർഷത്തെ ഓണം അതുപോലെ തന്നെയാണ്? ഈ വർഷത്തെ ഓണങ്ങൾ ഇപ്പോൾ ഗവൺമെൻറ് ഒരുപാട് സഹായം കിട്ടുന്നല്ലോ. എല്ലാ വീട്ടുകാർക്കും സർക്കാർ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അല്ല, അങ്ങയുടെ ഓണത്തെ സംബന്ധിച്ചിടത്തോളം? അതെ, അല്ല അങ്ങനെ ഞാൻ പറഞ്ഞു, അങ്ങനെ സമൃദ്ധമായ ഓണം ഇന്നത്തെ കാലത്ത് ആർക്കും പ്രശ്നമില്ല. ഞാനിപ്പോൾ അങ്ങനെ 4-5 വീട്ടിൽ ഉണ്ടാവും ഓണ ദിവസം. എല്ലാ കാലത്തും എല്ലാവരും ഞാൻ വീട്ടിൽ ഉണ്ടാവും, കുടുംബത്തോടൊപ്പം തന്നെയാണ്. അന്ന് എല്ലാവരും മക്കളും എല്ലാവരും വരും. ഓണപരിപാടി ഉണ്ടോ വൈകുന്നേരം പോവും. അല്ലാണ്ട് മറ്റു ഞാൻ വീട്ടിൽ തന്നെ ഒരു ഓണത്തിന് ഞാൻ പുറത്തു പോകില്ല. പിന്നെ ഏത് പരിപാടിക്ക് പോയാൽ ഞാൻ അന്ന് ഞാൻ തിരിച്ച് വീട്ടിലുണ്ടാവും. പേരക്കുട്ടികൾക്കൊക്കെ എങ്ങനെ ഇതിനോട് കാർഷിക വൃത്തിയോടും? അല്ല, അവർക്ക് താല്പര്യമുണ്ട്. അത് അച്ഛനമ്മ ഉപയോഗപ്പെടുന്ന പോലെയാണ് അവർ ഇത് കൊണ്ടുപോകുക. എൻ്റെ ഇപ്പോൾ മൂത്തവൻ്റെ 2 കുട്ടികളും ആടെ പഠിക്കുകയാണ്. ആടവന് കൃഷിയെക്കുറിച്ച് പറഞ്ഞ് കേട്ടില്ല, ഒത്തിരി മലയാളി അറിയില്ല. അതുപോലെ രണ്ടാമത്തെ മകളെ കുട്ടി ഇപ്പോൾ MBBS ചേർന്നുണ്ട്, വയനാട്ടിൽ പഠിക്കുന്നുണ്ട്. രണ്ടാമത്തവനിക്കെല്ലാം ഡിഗ്രിക്ക് കോഴിക്കോട് പഠിക്കുകയാണ്. മൂന്നാമത്തവന് ചെറിയ കുട്ടി 2 ആൾ ഇപ്പോൾ കുട്ടി കൊണ്ട ഒരു 2 ചെറിയ കുട്ടി. ഇപ്പൊ കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ പുതിയ തലമുറ നേരത്തെ അങ്ങ് സൂചിപ്പിച്ചു കഴിഞ്ഞു, നാടിനോടും മണ്ണിനോടും എല്ലാം അകന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഓണക്കാലത്ത് തീർച്ചയായിട്ടും ഒരു കർഷകൻ, മണ്ണിനെ അറിഞ്ഞൊരു കർഷകൻ, മണ്ണിനെ സ്നേഹിക്കുന്ന, പണ്ടിലവർ പറയാറുണ്ട് പിന്നെ ചേറിനെ സ്നേഹിച്ചാലേ നമുക്ക് ചോറ് കിട്ടൂ എന്നുള്ള ആ കാലം ഒരുപാട് മാറി. അപ്പൊ പുതിയൊരു തലമുറയോട്, ഇന്നത്തെ ഈ തലമുറയോട് തീർച്ചയായിട്ടും ഈ ഓണക്കാലത്ത് അങ്ങയുടെ ദീർഘകാലത്തെ ഒരു കർഷകൻ എന്നുള്ള രീതിയിൽ, മണ്ണിനെ സ്നേഹിച്ച ഒരു കറകളഞ്ഞ മനുഷ്യൻ എന്നുള്ള രീതിയിൽ അങ്ങേക്ക് എന്ത് പറയാനുണ്ട്? എനിക്ക് പറയാനുള്ളത്, നമ്മൾ പുതിയ തലമുറ ഈ രംഗത്ത് മാറി പോവുകയാണ്. അത് നമ്മളെ കുടുംബത്തിന് മാത്രമല്ല നാടിന് തന്നെ വലിയ അപകടമാണ്.
അത് പരിഹരിക്കണമെങ്കിൽ അവർ നമ്മളെ കാർഷിക സമൃദ്ധി അവർ ഉൾക്കൊള്ളാൻ കഴിയണം. അത് ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ ഈ സംസ്കാരം അവർ മാറിപ്പോകും. നമ്മുടെ ഒരു സംസ്കാരമാണ് കൃഷി എന്ന്. അപ്പോൾ ഓണം നമ്മുടെ കൃഷിയുടെ ഭാഗമാണ്. ഓണമായാലും വിഷുവായാലും കൃഷിയുടെ ഭാഗമാണ്. അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ അവരവർ കഴിയുന്നതനുസരിച്ച്, പഴയതവർ കഴിഞ്ഞത് ഞാൻ പറയുന്നില്ല, പക്ഷേ അവരവരനുസരിച്ചും നമ്മുടെ ഒരു സംസ്കാരമാണ്, എൻ്റെ ഗ്രാമമാണ്, എൻ്റെ അച്ഛനാണ്, എൻ്റെ കുടുംബമാണ്, പിന്നെ ഞാൻ ഈ നാട്ടുകാരനാണ്, ഈ നാടിൻ്റെ സംസ്കൃതി ഇങ്ങനെയാണ് എന്ന് ബോധ്യപ്പെട്ട് നമ്മൾ പുതിയ തലമുറയിലേക്ക് വന്നത് മാത്രമേ നമ്മൾ ഈ ഓണം നിലനിൽക്കൂ. അല്ലെങ്കിൽ റെഡിമെയ്ഡായി മാറുക. റെഡിമെയ്ഡ് ഓണായിട്ട് മാറിയ കാര്യമില്ല. കൃഷി പലപ്പോഴും അങ്ങനെ ആയി പോകുന്നുണ്ട്. അങ്ങനെ ആയി പോകുന്നു. അത് വിപണികളുടെ ഓണം ആയിട്ട് മാറുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു ഒരുപാട് തുണി, ഒരുപാട് കച്ചവടം എന്നല്ലേ, എല്ലാ ദിവസവും പത്രം വായിച്ചാൽ മുഴുവൻ പരസ്യം. അതാണ്. ഒരു പേജൊന്നുമല്ല, 4-5 പേജ് പരസ്യം. അപ്പോൾ കച്ചവട ഓണാണ് ഇപ്പോൾ നമ്മളെ നാട്ടിൽ മാറുന്നത്. മാവേലിക്കല്ലേ കുടവയർ കെട്ടിയിൽ ഫോട്ടോ എടുക്കും. മാവേലി കുടവയറിനൊന്നുമല്ല. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങ് ആഗ്രഹിച്ചതുപോലെ നമ്മുടെ പുതിയ തലമുറയെങ്കിലും ഓണത്തിൻ്റെ എല്ലാ അർത്ഥവും ഉൾക്കൊണ്ടുകൊണ്ട് വരും കാലത്തിലെങ്കിലും സ്നേഹത്തിൻ്റെയും സമൃദ്ധിയുടെയും കാർഷിക ഉത്സവമായി തന്നെ ഓണത്തെ തിരിച്ചുപിടിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ ആഗ്രഹിക്കാനല്ലേ പറ്റുമല്ലേ? ഏറ്റെടുക്കേണ്ടത് അവരാണല്ലോ, ആ തലമുറയാണല്ലോ. എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ. ഒപ്പം കുഞ്ഞിരാവട്ടനും കുടുംബത്തിനും കാസർഗോഡ് വിഷന്റെ സ്നേഹാശംസകൾ, ഓണാശംസകൾ. നമസ്കാരം.